കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഞാനിന്നിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിത് ഉണ്ടാക്കി വെച്ച ഉടനെ തന്നെ കുട്ടികൾ കൈയും കൊണ്ട് അത് വാരിയെടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്താണെന്നറിയോ? പോപ്സ് ചിക്കനാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 400 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുട്ടയാണ് കേട്ടോ. 1 മുട്ട പൊട്ടിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ. 1 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുക. അപ്പോൾ പാപ്രിക്ക പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ, ഇത് ഓപ്ഷണലാണ്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ കൂടെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോ പീസായിട്ട് ഈ ഒരു പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പൗഡറിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ കോട്ടായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കോട്ടാക്കി എടുത്ത് ഇനി ഓരോ പീസസായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഓരോ പീസസായിട്ട് എടുത്തിട്ട് ഓവറായിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ഓവറായിട്ടുള്ളതൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പീസസായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പൊടിയോട് കൂടി ഇട്ടാൽ അടിയിൽ പൊടി കരിഞ്ഞു പോകട്ടെ നമ്മുടെ ഈ ഓയിലിൻ്റെ. അപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചെറിയ പീസസ് അല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ പോപ്സ് ചിക്കനൊക്കെ കഴിക്കാൻ ആഗ്രഹം പറയുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. ഇഷ്ടമാവും, കുട്ടികൾക്കും ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ നമുക്ക് അറിയാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വീട്ടിലുള്ളതെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും സോയാ സോസ് അങ്ങനെ നമുക്ക് അറിയുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്